ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു മത്സരമാണ് ഇന്ന് കടന്നുപോയത്. 1-3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കുമായിരുന്നു. മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറായ പദം ഛേത്രി മികച്ച പ്രകടനമാണ് നടത്തിയത്. മാത്രമല്ല ഫിനിഷിംഗിലെ പോരായ്മകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. 3 തവണയാണ് ക്രോസ് ബാറിലും അതുപോലെ തന്നെ പോസ്റ്റിലും തട്ടിത്തെറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നഷ്ടമായത്. അങ്ങനെയാണ് 3 ഗോളുകളിൽ ഒതുങ്ങിയത്. അതല്ലായിരുന്നുവെങ്കിൽ 5-6 ഗോളുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ നേടാൻ സാധിക്കുമായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഹാലിന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചു. അത് അദ്ദേഹം പുറത്തേക്കടിച്ച് പാഴാക്കുകയും ചെയ്തു. ഏതായാലും ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റാരുമല്ല, ഫ്രാഞ്ചു ആണ്. അർഹിച്ച പുരസ്കാരമാണ് അദ്ദേഹം നേടിയത്. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. നമുക്കറിയാം, ആദ്യം യോക്കിന്റെ പാസിൽ നിന്നും ഫ്രാഞ്ചുവിന്റെ ഒരു കിടിലൻ ഫിനിഷിംഗ് നമ്മൾ കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം ഗോൾ കണ്ടെത്തിയത്. പിന്നീട് ശ്രീകുട്ടൻ ഗോൾ നേടി. അതിന് ഫ്രാഞ്ചു ഒരു കിടിലൻ ക്രോസ് നൽകുകയായിരുന്നു. അത് 73-ാമത്തെ മിനിറ്റിലായിരുന്നു. അങ്ങനെയാണ് ഫ്രാഞ്ചു ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. ഇനി കെവിൻ യോക്കിനെ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ നല്ല രൂപത്തിലാണ് കെവിൻ യോക്ക് കളിച്ചിട്ടുള്ളത്. 2 ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് അദ്ദേഹമാണ്. ആദ്യം ഫ്രാഞ്ചു നേടിയ ഗോൾ നോക്കുക. 3 താരങ്ങളുടെ ഇടയിലൂടെ 3 എതിർ പ്രതിരോധ നിര താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി പാസ്സാണ് കെവിൻ യോക്ക് നൽകിയത്. അത് പിന്നീട് ഫ്രാഞ്ചു ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വിക്ടർ ബെർത്തോമോ ഹെഡർ ഗോൾ നേടിയത്. നമ്മൾ കെവിൻ യോക്കിന്റെ പോരായ്മയായി കൊണ്ട് മുൻപ് ചൂണ്ടിക്കാണിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് അത്ര മികച്ചതല്ല. അതായത് ലക്ഷ്യത്തിലേക്ക് നല്ല ഷോട്ടുകൾ ഉതിർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. രണ്ടാമത്തെ പോരായ്മ, അദ്ദേഹത്തിന്റെ പാസുകൾ മോശമാണ്. പലപ്പോഴും മിസ് പാസുകൾ വരുന്നു, ക്രോസുകൾ കറക്റ്റ് ആകുന്നില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പോരായ്മ. ഇതിൽ രണ്ടാമത്തെ ആ പ്രശ്നം ഇപ്പോൾ അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മിസ് പാസുകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നല്ല പാസുകൾ വരുന്നു. അതുപോലെ തന്നെ നല്ല ക്രോസുകളും കെവിൻ യോക്കിൽ നിന്നും ഇപ്പോൾ വരുന്നു. ഇന്ന് ഒരുപാട് നല്ല ക്രോസുകൾ അദ്ദേഹത്തിൽ നിന്നും പിറന്നിട്ടുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ആഷ്ലി വെസ്റ്റ്വുഡിന് കൂടി നൽകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നു. നല്ല ഒരു ഇടവേള ലഭിച്ചിരുന്നു. ആ കാലയളവിൽ ആഷ്ലി വെസ്റ്റ്വുഡും അദ്ദേഹത്തിന്റെ പരിശീലക സംഘവും കെവിൻ യോക്കിന്റെ ക്രോസിംഗ് എബിലിറ്റിയും പാസിംഗ് എബിലിറ്റിയിലും വലിയ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ കൂടി ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കെവിൻ യോക്ക് നല്ല ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിലും തർക്കങ്ങൾ ഇല്ല. ഏതായാലും ഫ്രാഞ്ചുവും കെവിൻ യോക്കും ഇന്നത്തെ മത്സരത്തിൽ പൊളിച്ചടുക്കി എന്ന കാര്യമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.